അല്ല, കള്ളന്മാരെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ ഓഗസ്റ്റ് 7-ാം തീയതി നടത്തിയ വെളിപ്പെടുത്തൽ ഇത്രമാത്രം ആധികാരികമായി തെളിവുകളോടുകൂടി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന വിവരങ്ങൾക്ക് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പകരം അവിടെ നിന്ന് ഈ പറയുന്ന പോലെ നോട്ടീസുകൾ നൽകുകയും അല്ലെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കാൻ പറയുകയാണ് ചെയ്തത്. അവരും ഇതേപോലെ ഓടുകയാണ്. അതേപോലെ തന്നെയാണ് സുരേഷ് ഗോപി ഓടിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് നിഷേധിക്കാനാവാത്ത തെളിവുകളുണ്ടല്ലോ. സ്വന്തം സഹോദരന്റെ ഉൾപ്പെടെ, സ്വന്തം ഡ്രൈവറുടെ ഉൾപ്പെടെ എല്ലാം വ്യാജവിലാസങ്ങളിൽ പേര് ചേർത്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇന്നിപ്പോ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഒരു ജനങ്ങളോട് ബാധ്യതയുള്ള അല്ലെ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം കൂടി പോട്ടെ, രാഷ്ട്രീയ നേതാവാണെങ്കിൽ പോലും ഇന്ന് ജനങ്ങളോട് വന്നിട്ട് ഇതാണ് എന്റെ കൈകൾ ശുദ്ധമാണ്, ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ട ബാധ്യതയുണ്ടല്ലോ. അദ്ദേഹം MP ആണ്, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റിഗ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആരോപണം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എത്ര വോട്ടുകൾ എന്നുള്ളൂ, ആ വോട്ടുകൾ കിട്ടിയാൽ തോൽക്കുമായിരുന്നു എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. പക്ഷെ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് ഭാഗമായി മാറി എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ കുറ്റമാണ്. അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുക, എന്താണ് സംഭവിച്ചത് എന്ന് പറയുക, അല്ലെങ്കിൽ നിഷേധമെങ്കിലും കൊടുക്കുക എന്നുള്ള സാമാന്യ മര്യാദ അതുപോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രതിരോധത്തിലാണ് സുരേഷ് ഗോപി. പിന്നെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു സമരത്തിന്റെ മറുസമരമായിട്ടൊക്കെ ഇറങ്ങിയിട്ട് കാര്യമില്ല. കാതലായ ചോദ്യം തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി അവിടെ അത്തരത്തിലുള്ള വോട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുവന്ന് വോട്ട് ചേർക്കുകയല്ല. ഇപ്പൊ K മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചു, അദ്ദേഹം വോട്ട് ചെയ്ത് വട്ടിയൂർക്കാവിലാണ്. അദ്ദേഹം വട്ടിയൂർക്കാവിലാണ് വോട്ട് ചെയ്ത്. ഇപ്പൊ അവസാന നിമിഷമാണ് തൃശ്ശൂരിൽ മുരളീധരൻ മത്സരിക്കാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് 5 വർഷം അദ്ദേഹം വടകരയിൽ MP ആയിരുന്നല്ലോ. അപ്പൊ വടകരയിൽ പോയി വോട്ട് ചേർത്തല്ലോ. പകരം അദ്ദേഹത്തിന്റെ വോട്ടുള്ളത് വട്ടിയൂർക്കാവാണ്. അദ്ദേഹം വടകരയിൽ മത്സരിക്കുമ്പോഴും തൃശ്ശൂർ മത്സരിക്കുമ്പോഴും രാവിലെ പോയിട്ട് വട്ടിയൂർക്കാവ് വോട്ട് ചെയ്തിട്ടാണ് നിയോജകമണ്ഡലത്തിലേക്ക് എത്തിയത്. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡാണ് മത്സരിച്ചത്, പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് കൊല്ലത്തായിരുന്നു. അദ്ദേഹം കൊല്ലത്താണ് പോയി വോട്ട് ചെയ്തത്. അപ്പൊ ഒരു സാമാന്യമായിട്ടുള്ള ഒരു നീതിബോധം മനുഷ്യനിൽ ഉണ്ടാവണം. രാഷ്ട്രീയ പ്രവർത്തനപ്പെട്ട ഒരു മനുഷ്യനിലെങ്കിലും സ്വാഭാവികമായ നീതിബോധം ഉണ്ടാവണം. അതുപോലും ഇല്ലാത്ത വ്യാജനാണ് സുരേഷ് ഗോപി എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക. ഇന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ട സുരേഷ് ഗോപി അല്ലല്ലോ ഇപ്പൊ അവിടുത്തെ ക്രൈസ്തവർ പിന്തുണച്ചവർക്ക് പോലും ഇപ്പൊ കാണാനില്ല എന്ന് പരാതി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. അവിടുത്തെ ക്രൈസ്തവ സമൂഹം അവരുടെ തന്നെ വോട്ടർമാർ പോലും അപകടം നേരിടുമ്പോൾ പോലും മിണ്ടാത്ത ഒരു വ്യാജനായിട്ട് സുരേഷ് ഗോപി പറയും. അപ്പൊ അടിമുടി വ്യാജനായിട്ടുള്ള ഒരു നേതാവിനെ ഇമേജ് ആണ് ഇന്നിപ്പോ സുരേഷ് ഗോപിക്ക് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറി നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മറുപടിയിൽ തന്നെ അവർ കള്ളത്തരം അംഗീകരിക്കുകയാണ്. ഇപ്പോ ശകുൻ ഭായിയെ കുറിച്ച് അവര് ഒരു കാര്യം പറഞ്ഞു, അവരൊരു വിശദീകരണം കൊടുത്തു. ഈ 1,250,250 വോട്ടുള്ള ആക്കുടി വർണ്ണത്തിലാണ് അവർ മറുപടി പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ 2 വോട്ടുണ്ട് എന്നുള്ളവർ അംഗീകരിക്കുകയാണ്. പക്ഷെ അതിനുശേഷം പിന്നീട് 3 വോട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നടപടി എന്നുള്ളതാണ്. അപ്പൊ നടപടി ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു ഡീപ് സ്റ്റേറ്റിനോടാണ് ഞങ്ങൾ പോരാടുന്നത്. അതുകൊണ്ട് ഈ പരാതി കൊടുക്കാനും കോടതിയിലേക്ക് പോകാനും എന്നൊക്കെ പറയുന്നതിന്റെ ലക്ഷ്യം അത് കേവലം ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഒതുക്കി അതിനെ അനന്തമായ നിയമ പോരാട്ടത്തിലേക്ക് വിട്ട് പിന്നീട് ഈ വിഷയം രാഷ്ട്രീയമായി ഉന്നയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതൊന്നുമല്ല. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന് മുന്നിലേക്ക് ഈ വിഷയം ഉയർത്തിവിട്ടിട്ടുള്ളത്. അത് തെരുവുകളിൽ തീ പടർത്തുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ബാധ്യതയല്ല. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരനും ഇന്ന് തെരുവുകളിലേക്ക് ഇറങ്ങി ഒരു തീപ്പന്തമായി മാറി ഈ സർക്കാരിനെതിരെ ഉള്ള വലിയ പ്രക്ഷോഭം നയിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. സർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഈ 2 ആരോപണങ്ങളിലാണ് ഇനി സുരേഷ് ഗോപി മൗനം വെടിയേണ്ടത്. ഇന്നത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം CPM കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അതിക്രമം അല്ലെങ്കിൽ അക്രമം അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നതാണ്. കാരണം MP-യുടെ ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചതൊക്കെ. മറ്റ് തലങ്ങളിലേക്കൊക്കെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാത്രമല്ല ഈ ഒരു CPM നടത്തിയ ഒരു
MP യുടെ ഓഫീസിലേക്കുള്ള ഒരു മാർച്ച് അത് തന്നെയാണ് ഇപ്പോൾ BJP ആയുധമാക്കി വെച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ ഹീറോയ്ക്ക് വീണ്ടും ഒരു സ്പേസ് നൽകി എന്ന പോലുള്ള ഒരു തോന്നലുണ്ടോ? രണ്ടു കൂട്ടരും വ്യാജന്മാരാണ്, രണ്ടു കൂട്ടരും ഇരട്ടത്താപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ തെരഞ്ഞെടുപ്പിന് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് മുഴുവൻ ഈ പിണറായി വിജയന്റെ സർക്കാരാണെന്ന് പകൽ പോലെ വ്യക്തമല്ലേ? തൃശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെ. ഇന്ന് ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അവസാനം DGP തന്നെ അതിൽ നിഷേധക്കുറിപ്പ് ഇറക്കി അവസാനം ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. മാസങ്ങൾക്കുള്ളിൽ ത്രിതല അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കുന്നു. എവിടെ എത്തിയ അന്വേഷണം? എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഈ ഓഡി കാറ് മേടിച്ചതിൽ ഉള്ള നികുതി വെട്ടിപ്പുണ്ടായിരുന്നു. ആ നികുതി വെട്ടിപ്പിന്റെ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്ത് എവിടെ എത്തി? സുരേഷ് ഗോപി അതിനകത്ത് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോ സുരേഷ് ഗോപിക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചോളം ഈ പ്രതിപക്ഷത്തിന് ഇപ്പൊ ഇന്നിപ്പോ BJP രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ സമരത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾക്കുള്ള വേണ്ടിയുള്ള കളക്ടർക്ക് ഉൾപ്പെടെ ഇന്നലെ പരാതി കൊടുത്തു. അതിനുള്ള നിയമ നടപടികൾ പോകുന്നുണ്ട്, അതാണ് ആവശ്യം. പക്ഷെ അതിനെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യം CPM-നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം വരെ ഓഗസ്റ്റ് 7-ാം തീയതി ഈ വിഷയം ഉണ്ടായിട്ട് ഈ രാജ്യം മുഴുവൻ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, CPM-ന്റെ ഏക മുഖ്യമന്ത്രി രാജ്യത്തെ ഈ വിഷയത്തിൽ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ലാത്തത്? എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ വേണ്ടിയിട്ടില്ലാത്തത്? നോക്കൂ, ഇനിയിപ്പോ ദേശീയ രാഷ്ട്രീയമൊന്നും ഇവർക്കില്ല, ഇവർക്ക് കേരളമാണ് ദേശം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും ഇവരുടെ സഖ്യകക്ഷി മത്സരിച്ച ആ സീറ്റിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണല്ലോ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, സ്വന്തം ഘടകകക്ഷിയിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് പോലും പിണറായി വിജയൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് MV ഗോവിന്ദൻ മിണ്ടുന്നില്ല? അപ്പൊ ഇതെല്ലാം BJP-യെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP-ക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് ഇടുക്കി ഉടുമ്പൻചോലിയിലും സമാനമായ രീതിയിൽ വോട്ട് കൊള്ള ആരോപണം ഉയർന്നിരുന്നല്ലോ. അതെ, എവിടെയാണെങ്കിലും എവിടെ വോട്ട് കൊള്ള സംബന്ധിച്ച് ഇത്തരത്തിലുള്ളതുണ്ടെങ്കിലും അത് അന്വേഷിക്കപ്പെടണം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? വസ്തുതാപരമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഈ തെളിവുകൾ വെക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടത് എന്താ? ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തും, കുറ്റക്കാരുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. അത് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് വന്നിട്ട് വരേണ്ട ഒരു റെസ്പോൺസ് അല്ലേ? അതുപോലും ഉണ്ടാവുന്നതെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം തീരാൻ പോലും കാത്തു നിൽക്കാതെ നോട്ടീസ് കൊടുക്കാനാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ കള്ളന്മാരാണ് എന്നുള്ളത് വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. ഞങ്ങളുടെ കള്ളത്തരം ഞങ്ങൾ മറച്ചു വയ്ക്കുന്നതിനുള്ള ശ്രമമാണെന്നുള്ളത് അത് പറയുന്നതിന് തുല്യമാണ്. അത് അടിമുടിയുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ആണെങ്കിലും അതുണ്ട്. ഞാൻ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ മൗനത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നു. അയാൾ അഭിനയിച്ച ഒരു സിനിമ, ആ സിനിമയുടെ പേരിന്റെ പേരിൽ വലിയ പ്രശ്നം ഇവിടുത്തെ ഹിന്ദുത്വ വർഗീയവാദികൾ നടത്തിയപ്പോൾ പോലും ഒരക്ഷരം മിണ്ടാതിരുന്ന ആളല്ലേ ഇയാള്. അങ്ങനത്തെ എന്ത് പ്രതിബദ്ധതയുള്ളത്? സ്വന്തം അഭിനയിച്ചൊരു സിനിമ പോലും തകരുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും വായ തുറക്കാത്ത ആളല്ലേ ഈ ഹിന്ദുത്വ തീവ്രവാദികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് അപ്പുറം മറ്റൊരു ഇതുമില്ല. അത് ഇനിയിപ്പോ നിങ്ങൾക്ക് ചിലപ്പോ കുറെ അധികം സിനിമാ ഡയലോഗുകൾ കേൾക്കാൻ പറ്റും. ആരോടാണ് സംസാരിക്കുന്നത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇതേ നാണയത്തിൽ തന്നെ BJP തിരിച്ചൊരു ചോദ്യം ചോദിച്ചായിരുന്നു, വയനാട് MP പ്രിയങ്ക ഗാന്ധി എവിടെ എന്നുള്ളത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി എവിടെയെന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. വയനാട് MP അവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളതും അവരൊരു ദേശീയ നേതാവാണെന്നുള്ളതും അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നതും അവിടുത്തെ റെയിൽവേ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതും ഉൾപ്പെടെ മുഴുവൻ സാമൂഹിക വിഷയങ്ങളിലും പ്രിയങ്ക ഗാന്ധിയുടെ കയ്യൊപ്പുണ്ട്. മനസ്സിലായില്ലേ? അവിടെ മെമു ട്രെയിനിന് അധിക കോച്ച് മെമു ട്രെയിൻ അനുവദിക്കുന്നതിലാണെങ്കിലും അതുപോലെ തന്നെ നിലമ്പൂർ കോട്ടയം യാത്രയിൽ അധിക കോച്ചുകൾ ലഭിക്കുന്നതിനാണെങ്കിലും അങ്ങനത്തെ വയനാടിന്റെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച്, ഗ്രാമീണ റോഡുകളുടെ നീട്ടം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, അവിടുത്തെ ആദിവാസി ഊരുകളെ ബന്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ടുള്ള നടപടികൾ അവർ നടത്തുന്നുണ്ട്. ഒരു ദേശീയ നേതാവ് അത്തരത്തിൽ എത്താൻ സാധിക്കുള്ളൂ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ അവരെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.